ഏറ്റുമാനൂർ വെട്ടിമുകൾ സെൻറ് പോൾസ് ഹൈസ്കൂളിൽ ഏറ്റുമാനൂർ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും കണ്ണട വിതരണവും നടത്തി. ഏറ്റുമാനൂർ ലയൺസ് ക്ലബിൻ്റെയും വെട്ടിമുകൾ സെൻറ് പോൾസ് ഹൈസ്കൂളിൻ്റെയും നേതൃത്വത്തിൽ സെൻറ് പോൾസ് ഹൈസ്കൂളിൽ വെച്ച് കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും കണ്ണട വിതരണവും നടത്തപ്പെട്ടു. പരിപാടിയുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ ശ്രീ തങ്കച്ചൻ കോണിക്കലിൻ്റെ അധ്യക്ഷതയിൽ ഏറ്റുമാനൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺസ് സെബാസ്റ്റ്യൻ മാർക്കോസ് നിർവഹിച്ചു. ലയൺസ് 318B ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. കൺമസ്റ്റേഴ്സ് സിസ്റ്റർ മേഴ്സി തോമസ്, ലയൺസ് ക്ലബ്ബ് സോൺ ചെയർമാൻ ശ്രീ TG വിജയകുമാർ, ലയൺസ് PRO ശ്രീ ദിനേശ് ഷേണായി, ശ്രീ രതീഷ് CM, PTA പ്രസിഡന്റ് ഡോക്ടർ ജോൾസന, അമിത ഐ കെയർ ഹോസ്പിറ്റൽ തിരുവല്ല തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. നേത്രപരിശോധനയിൽ കണ്ണട ആവശ്യമായ മുഴുവൻ കുട്ടികൾക്കും കണ്ണട സൗജന്യമായി നൽകുകയുണ്ടായി. ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെൻറ്റർ തിരുവല്ലയാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. കുട്ടികളെ മാതാപിതാക്കന്മാർ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വം നടത്തുന്നതായി ഈ പരിപാടി ഏറ്റവും ഭംഗിയായിട്ട് കണ്ണുണ്ടെങ്കിൽ നമുക്ക് കാഴ്ചയുണ്ട്. അതിനു വേണ്ടി നമുക്ക് ഈ പരിപാടി ഇതിനെ ആസൂത്രണം ചെയ്ത ഇതിൻ്റെ സംഘാടകർക്ക് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഒത്തിരി അനുമോദനങ്ങൾ നൽകുകയാണ്. നമ്മുടെ ആവശ്യം കൊടുക്കുക എന്ന ഉന്നതരായ വ്യക്തിത്വങ്ങളുടെ കടമയും അതോടൊപ്പം അവരുടെ സ്നേഹം പങ്കുവെക്കലിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ്. വെട്ടിമുകൾ സെൻറ് പോൾസ് സ്കൂളിലേക്ക് ഇന്ന് തങ്ങളുടെ സഹായഹസ്തവുമായിട്ട് കടന്നു വന്നിരിക്കുന്ന ഏറ്റുമാനൂർ ലയൺസ് ക്ലബ് അംഗങ്ങളെയും മറ്റ് അതുമായി ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങളെയും ഈ ക്യാമ്പിലേക്ക് സ്വാഗതം. 1917 ചിക്കാഗോ എന്ന ചെറിയ ഗ്രാമത്തിൽ തുടങ്ങിയ വലിയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ചെറിയ ഘടകമാണ് ലയൺസ് ക്ലബ് ഓഫ് ഏറ്റുമാനൂർ. ഏതാണ്ട് 204 രാജ്യങ്ങളിലായി വളർന്നു വന്നിച്ച് കിടക്കുന്ന പ്രസ്ഥാനം ലോകത്തിലെ ഏറ്റവും വലിയ NGO പ്രസ്ഥാനത്തിൽ ഒന്നാമതാണ്. ലോകമെമ്പാടും കോടിക്കണക്കിന് രൂപയുടെ സഹായ പ്രവർത്തനങ്ങൾ ഈ പ്രസ്ഥാനം വഴി നടന്നു വരുന്നു. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ലയൺസ് ഓഫ് ഇന്റർനാഷണൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, COVID-19 ലോക്ക്ഡൗണിനൊക്കെ ശേഷം നമ്മുടെ വിദ്യാർത്ഥികൾ കൂടുതലായി മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങി. അതിലൂടെ അവർക്ക് കാഴ്ചയ്ക്ക് കുറവുണ്ടായി. അതുപോലെ തന്നെ കൂടുതൽ സമയം കമ്പ്യൂട്ടർ, TVയുടെയൊക്കെ അടുത്ത് കൂടുതൽ സമയം ഇരിക്കാൻ തുടങ്ങി. നമ്മളറിയാതെ ചിലരൊക്കെ ലഹരിയിലേക്ക് കടന്നുപോയി. ഇങ്ങനെ വിദ്യാർത്ഥികളുടെ ഇടയിൽ പല രീതിയിലുള്ള പഠനത്തെ ബാധിക്കുന്ന പല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ പഠനക്രമത്തിലേക്ക് കടന്നു വന്നു. അതിലൊരു മാറ്റമുണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്കൊരു നല്ല മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ടയിൽ ഉൾപ്പെട്ട ഈ 3 ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിലുള്ള മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ ക്ലാസുകൾ, മോട്ടിവേഷൻ ക്ലാസുകൾ, ഫോണിൻ്റെ ദുരുപയോഗം തടയുന്നതിനുള്ള ക്ലാസുകൾ, ഇങ്ങനെയുള്ള ക്ലാസുകൾ ഓരോ ദിവസവും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ഇപ്പം ചേർപ്പുകൾ ആർസിബാ ഹോസ്പിറ്റലിൻ്റെയും ഒക്കെ സഹകരണത്തോടെ ഓരോ ദിവസവും പ്രസിഡന്റ് ടീം, എല്ലാവരും പ്രതിനിധികൾ, ലയൺസ് ക്ലബിൽ വീട്ടിലുള്ള ആളുകൾ, എല്ലാവരും ഒക്കെ വാക്കിൽ ഈ സന്നിഹിതരായ അല്ലെങ്കിൽ ഇവരെല്ലാം കൂടി ഓർഗനൈസ് ചെയ്ത ഈ പരിപാടി നന്നായി നടക്കട്ടെ എന്ന് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാഴ്ച പരിമിതി അല്ലെങ്കിൽ കാഴ്ചയുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങൾ പഴയ പോലെ നമ്മളെ വളരെ ബുദ്ധിമുട്ടാതെ
നമുക്ക് എത്രമാത്രം സൗകര്യപ്രദമായി എത്രമാത്രം സൗജന്യമായി ഒക്കെ ഉപയോഗപ്പെടുത്താം എന്നതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയായിരിക്കും. പലപ്പോഴും തിരിച്ചറിയാൻ വൈകാറുണ്ട്. അത് നമ്മുടെ കുട്ടികളല്ല, നമുക്കത് അറിയില്ല അതിനെപ്പറ്റി. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ കുഞ്ഞു ലോകത്തെ കാണുന്നത് അവൻ്റെ ഉള്ള കാഴ്ച കൊണ്ടാണ്. അത് വളർന്നു വരുമ്പോൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ അവൻ കാണുന്നത് അവൻ്റെ കാഴ്ച വൈകല്യം ഉണ്ടെങ്കിൽ അവനത് തിരിച്ചറിയില്ല. നല്ലതെന്താണ്, എങ്ങനെയാണ് ശരിയായ കാഴ്ച കൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് വരെ ഈ കാഴ്ച വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് അവരെ കാണുന്നതാണ് അവരുടെ ഏറ്റവും ബെറ്ററായിട്ടുള്ള കാഴ്ച. ഇവിടെ ഏറ്റുമാനൂർ ലയൺസ് ക്ലബ് ഭാരവാഹികൾ ചേർന്ന് നമ്മുടെ സ്കൂളിൽ നടത്തുകയാണ്. ഈ അവസരത്തിൽ ഇതിലേക്ക് നമ്മുടെ സ്കൂളിനെ തിരഞ്ഞെടുത്തതിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. ഈ യോഗത്തിൽ അധ്യക്ഷപദം അലങ്കരിച്ച നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീ തങ്കച്ചൻ കോണിക്കൽ അവர்கள் നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും സജീവ സാന്നിധ്യമാണ്. അദ്ദേഹത്തിന്റെ ഈ നിറസാന്നിധ്യത്തിന് ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. യോഗം ഉദ്ഘാടനം ചെയ്ത ഏറ്റുമാനൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ശ്രീ സെബാസ്റ്റ്യൻ മാർക്കോസ് സാർ, അംഗങ്ങളാണെങ്കിൽ തന്നെ ധാരാളം പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. സമൂഹത്തിൽ വെല്ലുവിളികൾ അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരായ മക്കൾക്ക് വേണ്ടിയും സമൂഹത്തിൽ ഏറ്റവും തടയിലേക്ക് നിൽക്കുന്ന ദരിദ്രരായിട്ടുള്ളവർക്ക് വേണ്ടിയും വളരെയധികം പ്രവർത്തനങ്ങൾ അവരിൽ നിന്നുമുണ്ടായിട്ടുണ്ട്. ഇത്തരം നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ഏറ്റവും നന്മയോടെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ലയൺസ് ക്ലബ്ബ് അംഗങ്ങളാണ് ഇന്ന് നമ്മുടെ സ്കൂളിൽ നേത്ര പരിശോധനയ്ക്കും മറ്റും എത്തിയിരിക്കുന്നത്. നേത്രത്തിന് ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കണം. നമ്മുടെ കണ്ണില്ലെങ്കിൽ നമുക്കൊന്നും സാധ്യമല്ല. അപ്പോൾ നമ്മുടെ സ്കൂളിലെത്തി നമ്മുടെ സ്കൂളിലെ